നിധിയാസ് ഫുഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ബീഫ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബീഫ് റോസ്റ്റിന് വേണ്ടി ഞാനിവിടെ 1 കിലോ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കുക്ക് ചെയ്യാനായിട്ട് ഇതൊരു പ്രഷർ കുക്കറിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ പെപ്പർ, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ബീഫിലുള്ള വെള്ളം തന്നെ മതി ഇതൊന്ന് വെന്ത് കിട്ടാൻ. ഇതൊന്ന് മൂടി വെച്ച് ഒരു 5 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ആദ്യത്തെ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ വച്ചും പിന്നീടുള്ള 3-4 വിസിലുകൾ ലോ ഫ്ലെയിമിൽ വച്ചും കുക്ക് ചെയ്യണം. പല സ്ഥലങ്ങളിലും കിട്ടുന്ന ബീഫിൻ്റെ വേവ് വ്യത്യസ്തമാണ്. അതുകൊണ്ട് അതനുസരിച്ച് നിങ്ങൾ കുക്ക് ചെയ്തെടുക്കണം. 5 വിസിലുകൾക്ക് ശേഷം അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് ഇത് തുറന്ന് നോക്കാം. ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വന്നാൽ മീഡിയം സൈസിലുള്ള 3 സവോള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിയുടെ കളർ ഒന്ന് ചെറുതായി മാറി വരുമ്പോഴേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലതുപോലെ വഴണ്ട് ചെറുതായൊരു ബ്രൗൺ കളറ് ആവാൻ തുടങ്ങുമ്പം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ഇവ കൂടി ഇട്ട് കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പൊടികളെല്ലാം ചൂടായി വന്നു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് വേവിച്ച് വച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് വെള്ളം വറ്റി ഒന്ന് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ബീഫിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെപ്പർ ക്രഷ് ചെയ്തതും ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു 3-4 മിനിറ്റ് കൂടി ഇതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും വെള്ളം വറ്റിച്ചെടുക്കാവുന്നതാണ്, ഇനിയും ഡ്രൈ ആക്കാവുന്നതാണ്. പക്ഷെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ടേസ്റ്റിയും സ്പൈസി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതുമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.